മറ്റതൊക്കെ സാന്ദർഭികമായി സൗകര്യമുണ്ടെങ്കിൽ വരുന്നതാ. 4 കാര്യം. ഇദാ സ്വല്ലത്ത് ഖംസഹ വസ്വാമത്ത് ശഹറഹ വഹഫിലത്ത് ഫർജഹ വതഅത് ബഅലഹ. പെണ്ണിനോട് ഞാൻ പറയാണ് 4 കാര്യം മതി നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാൻ. പക്ഷെ 4ഉം 4ആണ്. വലിയ പണിയാ. നിങ്ങൾക്ക് വേറൊരു പണി. നിങ്ങൾ മദ്രസ ഭരിക്കണ്ട. ആണുങ്ങളെ കൊണ്ട് തന്നെ ജനറൽ ബോഡിയിൽ കുടുങ്ങിയ ഒരു കാലത്ത് നിങ്ങളെ ഞങ്ങൾ മുന്നോട്ട് കരുതും വേണ്ട. പള്ളി ഭരിക്കാൻ നിങ്ങൾ വേണ്ട. മുശാവറയിൽ ഏതായാലും ഞങ്ങൾ നിങ്ങളെ ഉൾപ്പെടുത്തുകയില്ല. ഉൾപ്പെടുത്തിയവരുണ്ടാവാം, അവരുമായി ഞങ്ങൾക്ക് ചായ കുടിയിലല്ലാതെ ബന്ധവുമില്ല. അങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല. വളരെ ചിന്തിക്കണം. മുശാവറയിൽ പെണ്ണുങ്ങളെ ഉൾപ്പെടുത്തിയവരുണ്ട്. അതൊന്നും എന്തിനാ റമദാനിൽ പറയുന്നത്? മുശാവറയിൽ പെണ്ണുങ്ങൾ, ഒരു സംഘടനയുടെ മുശാവറയിൽ പെണ്ണുങ്ങൾ. അയ്യയ്യേ, നാണക്കേട്. ലോകത്തെ ലക്ഷക്കണക്കായ നബിമാർ വന്നിട്ട് ഒരു നബി പോലും പെണ്ണല്ല. എന്നെ പെണ്ണിന് സ്ഥാനല്ലേ ഉണ്ട്? മുശാവറയിൽ പെണ്ണുണ്ട്. ഇവിടെ ഉണ്ട്. ഈ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ മുശാവറയിൽ പെണ്ണുണ്ട്. എന്താ ചെയ്യാ? അള്ളാഹു എല്ലാവർക്കും സൽബോധം കൊടുക്കട്ടെ. പെണ്ണിന് അതിനൊന്നും ബുദ്ധിമുട്ടാക്കുകയില്ല. പെണ്ണിന് 4 കാര്യം മതി. 4 കാര്യം ചെയ്താൽ അവളെ ഏത് സ്വർഗവാതിലും വിളിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹ്. പുരുഷനെ അതാത് വാതിലാ വിളിക്കുക. 8 വാതിലും വിളിക്കുമെന്ന് പറഞ്ഞത് ആരെയാ? അബൂബക്കറിനെയാ. 8 വാതിലും വിളിക്കുന്നത് ആരെയാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാ. എന്നാൽ നമ്മളെ നാട്ടിലെ നാടൻ പെണ്ണിനെയും 8 വാതിലും വിളിക്കും. 8 വാതിൽ പെണ്ണിനെ വിളിക്കും. ഇദാ സ്വല്ലത്ത് ഖംസഹ വസ്വാമത്ത് ശഹറഹ വഹഫിലത്ത് ഫർജഹ വതഅത് ബഅലഹ. 4 കാര്യം പെണ്ണ് ശ്രദ്ധിച്ചാൽ മതി. ഇദാ സ്വല്ലത്ത് ഖംസഹ. അതിൽ തന്നെ രസമുണ്ട്. 1, 5 വക്ത് നിസ്കരിക്കാൻ അതവൾക്ക് 6 ദിവസം ചുട്ടിയാണ്. 6 ദിവസം നമസ്കാരം മന്ത്ലി ചുട്ടി. മനസ്സിലായില്ല? ഒരു ജോലിക്കാരന് വരെ 1 or 2 ദിവസം മാത്രമേ ചുട്ടി ഉണ്ടാവുള്ളൂ ഒരു ദിവസം. ഇത് മന്ത്ലി, ഒന്നിരിക്കൽ 6 അല്ലെങ്കിൽ 7. ചിലപ്പോൾ ഹാഫ് മന്തും ചുട്ടിയാവാം. അങ്ങനെ വരാം. മനസ്സിലായില്ലേ? ചിലപ്പോൾ ഒരു മാസത്തിൽ 15 ദിവസം അവൾക്ക് എന്ത് വരാം. അപ്പോൾ നിസ്കരിക്കേണ്ടത് 15 ദിവസം, അത്രേ വരുള്ളൂ. അങ്ങനെയും വരാം. ഖളാ വിട്ടുകയും വേണ്ട. നിസ്കാരത്തെ ഖളാ വിട്ടുകയും വേണ്ട. മനസ്സിലായ നിങ്ങൾക്ക് പറയാം. എന്താ നിങ്ങൾ ശ്രദ്ധിക്കണില്ലേ? ആ നിസ്കാരത്തിന് എന്തില്ല? ഖളാ ഇല്ല. 6 ദിവസം 7 ദിവസം ഒന്നുമില്ല. ബാധ്യതയൊന്നുമില്ല. നിസ്കാരമില്ല. ഇദാ സ്വല്ലത്ത് ഖംസഹ വസ്വാമത്ത് ശഹറഹ. റമളാനിൽ കൃത്യമായി നോമ്പ് നോൽക്കുക. ഇതുവരെയും അവൾക്ക് റമളാനിൽ ചുട്ടി ലഭിക്കും 6 or 7 ദിവസം. 6, 7 അപ്പുറവും ലഭിക്കാം. അത് നോറ്റ് വീട്ടണം. പക്ഷേ സൗകര്യത്തിന് അടുത്ത റമളാനിന് മുമ്പ് ചെയ്താൽ മതി. റമളാന്റെ കൂലി കിട്ടും. ഒരു പെണ്ണിന് റമളാനിൽ ഒരു നോമ്പ് ശർഈയായി പോയാൽ 2 കാര്യമുണ്ട്. ശർഈയായും ഹിസ്സിയായും. ശർഈയായ നോമ്പ് നോൽക്കാതിരിക്കലുണ്ട്, ഹിസ്സിയായ നോമ്പ് നോൽക്കാതിരിക്കുക. ഹിസ്സി എന്ന് പറഞ്ഞാൽ അയാൾക്ക് മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഒഴിവാവുക. അപ്പോൾ തന്നെ അയാൾക്ക് നോക്കാനുള്ള സാഹചര്യം. ഉദാഹരണം, യാത്രക്കാരൻ നോമ്പ് വെച്ചൂടെ? നോൽക്കാമല്ലോ. ശറഅ ഒരു അനുവാദം കൊടുത്തു. യാത്രക്കാരൻ എന്ന തലത്തിൽ ഒരു അനുവാദം കൊടുത്തതാണ് ഒഴിവാക്കാൻ. എന്നാൽ അപ്പോൾ തന്നെ അയാൾക്ക് നോമ്പ് നോൽക്കാം. എന്നാലോ ഹൈലുകാരിയായ പെണ്ണിനെ ഒരിക്കലും നോമ്പ് വെക്കാനുള്ള ചാൻസ് ശറഅ നൽകിയിട്ടേ ഇല്ല. അപ്പോൾ ഉദ്ർ ശർഈയ ഇലാഹിയ. അതുകൊണ്ട് അടുത്ത റമളാനിന് മുമ്പ് ആയിരിക്കണമെന്ന് മാത്രം. ഏത് ദിവസം നോമ്പ് നോറ്റാലും ഏത് കൂലി കിട്ടും. എന്നാൽ ഹൈലുകാരിയായ പെണ്ണിന് ഒരു നോമ്പ് നഷ്ടപ്പെട്ടാൽ എന്ന് നോറ്റാലും ശർഅ അംഗീകരിക്കും. റമളാനിലെ കൂലിയും കൊടുക്കും. അപ്പോൾ 2ാമത്തെ ഒഴിവ് ഇദാ സ്വല്ലത്ത് ഖംസഹ. ഇങ്ങോട്ട് പറയെന്റെ സഹോദര, 4 കാര്യം കൊണ്ട് പെണ്ണിന് സ്വർഗത്തിൽ കടക്കാൻ 4 കാര്യം. എന്നാൽ അതിൽ 2 കാര്യവും ഭാഗികമായി ഇളവുണ്ട്. എന്തിലുമുണ്ട്. നമസ്കാരത്തിലുമുണ്ട്, നോമ്പിലുമുണ്ട്.
അപ്പോൾ പിന്നെ സത്യത്തിൽ അവളെ സ്വർഗത്തേക്ക് പൂർണ്ണ പ്രാപ്തയാക്കുന്നത് രണ്ട് കാര്യമാണ്. അതിനൊരു കാലത്തും ഇളവേ ഇല്ല. ഇളവുള്ള രണ്ട് കാര്യം, ഇളവില്ലാത്ത രണ്ട് കാര്യം, മൊത്തത്തിൽ 4 കാര്യം. 4ഉം ചെയ്താൽ فقيل لها ادخل الجنة من أي أبواب الجنة شئت, ഏത് വാതിലിലൂടെയും നിനക്ക് കയറി വരാം എന്ന് പറയപ്പെടുന്നതാണ്. ചിന്തിക്കേ, നിങ്ങൾ ചിന്തിക്കേ, ഉറക്കപ്പറ, മനസ്സിലായോ? ചിന്തിക്കണേ സഹോദരിമാര്, പ്രത്യേകം ചിന്തിക്കണം. 4 കാര്യമുണ്ടെങ്കിൽ പെണ്ണിനെ സ്വർഗത്തിൽ കിടക്കാം. എന്നിട്ടും നരകത്തിൽ അധികവും ആരായി? പെണ്ണായി. എന്തൊരു വൈപരീത്യം, എന്തൊരു വൈപരീത്യം! 4 കാര്യം. ഞങ്ങൾ ആണുങ്ങൾക്ക് 400-ഉമല്ല 4000-ഉമല്ല പ്രശ്നങ്ങൾ. എന്തൊക്കെയാ പ്രശ്നങ്ങളുള്ളത്? അതാത് കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾ ആണുങ്ങൾ പരിഹരിക്കണം. ഓരോ വിഷയങ്ങളും, എന്തും ഏത് വിഷയവും. ഈ പരിസരത്തൊരാള് ഭക്ഷണമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഉത്തരവാദിയാണ്. ഒരാൾ രോഗിയായ ആശുപത്രിയിലാക്കിയില്ലെങ്കിൽ അത് പെണ്ണാണെങ്കിൽ പോലും ഉത്തരവാദിയാണ്. മരിച്ചാൽ നിസ്കരിക്കേണ്ട ഉത്തരവാദിയാണ്. ആരല്ല? പെണ്ണല്ല, ഉത്തരവാദിയാണ്. കുഴി കുഴിക്കേണ്ട ഉത്തരവാദിയാണ്. ആരാണെങ്കിലും, മയ്യത്ത് പെണ്ണാണെങ്കിലും ചുമന്ന് കൊണ്ടുപോകേണ്ട ഉത്തരവാദിയാണ്. എല്ലാ ഉത്തരവാദിയും അവിടുന്ന് മൂടുകല്ല് വെക്കേണ്ടത്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. പിന്നെ സമുദായത്തിന്റെയും രാജ്യത്തിന്റെയും പ്രദേശത്തിന്റെയും അതാതു കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എല്ലാമാണ്. അതിൽ ഒരു വീഴ്ച ഉണ്ടായാലും അവൻ നരകത്തിലേക്ക് പോകാം. അള്ളാഹു കാക്കട്ടെ. പെണ്ണിന് അതൊന്നും നോക്കണ്ട. എന്ത് മതി? ഉറക്കപ്പറ, എന്ത് മതി? 4 കാര്യം, 4 കാര്യം. അള്ളാഹു അവരെ ആദരിച്ചതിന് ഇനി ഇതിനപ്പുറം എന്താ ആദരിക്കേണ്ടത്? ഇസ്ലാം ഇതിനപ്പുറം എന്താ പെണ്ണിനെ ആദരിക്കേണ്ടത്? നിങ്ങളൊന്ന് പറയാ, ഒന്ന് എണീറ്റ് നിൽക്കും ഒരാള്. ഇത് ആദരവല്ലെങ്കിൽ ഇനി എന്താ ആദരവ്? ഇനി എന്താ ആദരവ്? ഇനി എന്താ പെണ്ണിന് വേണ്ടത്? സ്ത്രീ വിമോചനക്കാരെ, ഫെമിനിസ്റ്റുകളെ, ഇതിനപ്പുറം എന്താണ് റബ്ബിന്റെ ദീനും പെണ്ണിനോട് ചെയ്യേണ്ടത്? ആദരവിന്റെ പരമാവധി. കാരണം എന്തു ചെയ്തു? അവളെ കഴുത്തിൽ നിന്ന് ബന്ധമൊഴിവാക്കി, അവളെ അങ്ങോട്ട് സ്വതന്ത്രയാക്കി. പണി വളരെ കുറച്ചു. ഇദാ സല്ലത്ത് ഖംസഹ വസഹാമത്ത് ശഹറഹ വഅതഅത ഹഫിലത്ത് ഫർജഹ വഅതഅത ബഅലഹ. ഈ 4 കാര്യവും പെണ്ണ് ശ്രദ്ധിക്കണം. എങ്കിൽ അതിൽ 2 കാര്യത്തിന് പെണ്ണിന് ഇളവുണ്ട്, 2 കാര്യത്തിന് ഇളവില്ലാതുള്ളൂ. എങ്കിൽ ആ 2 കാര്യം എത്രമേൽ കർശനമായിരിക്കും എന്ന് പെണ്ണ് മനസ്സിലാക്കും. അയ്യുമംറാത്തിൻ, അസ്ലിമാനുള്ള ഒരു പെണ്ണായാൽ മതി. അസ്ലിമാൻ ഉണ്ടാവണം അവൾക്ക്. മനസ്സിലായില്ലേ? അസ്ലിമാനുണ്ട്. പിന്നെ ഇത്തരം ദിനചര്യകളിൽ വലിയ വീഴ്ചയൊന്നും അവൾ വരുത്തിയിട്ടും ഇല്ല. എങ്കിൽ അവൾക്ക് ഇപ്പോൾ മരിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അയ്യുമംറാത്തിൻ മാതത് വസൗജുഹാ അൻഹാ റാളിൻ ദഖലൽ ജന്നാ. ഇനി എന്താണ് പെണ്ണ് നിനക്ക് കേൾക്കേണ്ടത്? ഒരു പെണ്ണ് മരിച്ചുപോയി, ഭർത്താവിന് ആ പെണ്ണിനെ കുറിച്ച് സമ്പൂർണനായ അയാൾ തൃപ്തനുമാണെങ്കിൽ സ്വർഗത്തിൽ കടന്നേ മതിയാകൂ, സ്വർഗത്തിൽ കടന്നേ മതിയാകൂ, സ്വർഗത്തിൽ കടന്നേ മതിയാകൂ. ഖാല റസൂലുള്ളാഹി അയ്യുമംറാത്തിൻ, ഏതൊരു പെണ്ണും, അതിനുവേണ്ടി കൊണ്ടുവന്ന വാക്ക് തന്നെയാ, അങ്ങനെയാ. അയ്യുമംറാത്തിൻ, ഏതൊരു പെണ്ണും മാതത്, അവൾ മരിച്ചുപോയി, വസൗജുഹാ അൻഹാ റാളിൻ, അവളെ ഭർത്താവ് അവളെ കുറിച്ച് സന്തുഷ്ടനുമാണ് എങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് എന്തുണ്ടാകും? സ്വർഗം ഉണ്ടാവും. തിരിച്ചൊരു ഹദീസ് ഇല്ല, തിരിച്ചൊരു ഹദീസ് ഇല്ല, തിരിച്ചൊരു ഹദീസ് ഇല്ല. അതായത് ഒരു ആണ് മരിച്ചുപോയി, പെണ്ണ് അവളെ കുറിച്ച് തൃപ്തയാണ് എങ്കിൽ അവൻ സ്വർഗത്തിൽ കിടക്കും എന്നൊരു ഹദീസ് ഈ ആയുസിനിടയിൽ ഞാൻ കണ്ടിട്ടില്ല. തരവുമില്ല, ഉണ്ടാകാൻ തരമില്ല. കാരണം ഉസൂൽ അങ്ങനെയല്ല, ഉസൂൽ തിരിച്ചാണ്. പെണ്ണിനെ വളരെ ചിന്തിക്കണം. അയ്യുമംറാത്തിൻ മാതത്
ആണിന് കൂലി കിട്ടും, ഒരുപാട് കൂലി കിട്ടും. അവൾക്ക് ചെലവിന് കൊടുത്തത് മീസാനിൽ ആദ്യം കയറ്റി വെക്കും. അതൊക്കെ ശരിയാ. പക്ഷെ ഈ ഒരൊറ്റ മാനദണ്ഡം കൊണ്ട് അള്ളാഹു സമ്പൂർണ്ണ കാര്യങ്ങൾ പൊറത്തു തരുന്ന സാഹചര്യം. അയ്യുമംറാത്തിൻ വളരെ ചിന്തിക്കണം. വളരെ എപ്പോഴും ആളുകൾ എന്നോട് പറയുന്നൊരു സംഗതി ഉണ്ട്, വയസ്സ് ഈ ഉമ്മാക്ക് ഇപ്പൊ ഉപ്പാനെ തീരെ ശ്രദ്ധിക്കൂല. ഇഷ്ടംപോലെ എനിക്ക് ഈ പരിപാടി തുടങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട് എഴുത്ത്. ഉപ്പാനെ ശ്രദ്ധിക്കില്ല ഉമ്മ, ഉപ്പാക്ക് വയസ്സായി, ഇപ്പോൾ ഉമ്മ ശ്രദ്ധിക്കുകയില്ല. ഉമ്മ തന്നെയാ ഉപ്പായെ ശ്രദ്ധിക്കേണ്ടത്. ഏതുവരെ? ഉമ്മാന്റെ മരണം വരെ. ഈ ഉമ്മാക്ക് എണീറ്റ് നിൽക്കാൻ കഴിയില്ലെങ്കിലും ഓർഡർ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബൈ ഓർഡർ ആര് ചെയ്യണം? ഉമ്മ. ഉപ്പാക്ക് കഞ്ഞി കൊടുത്തോ, ഉപ്പാന്റെ കാര്യം ശ്രദ്ധിച്ചോ, ഉപ്പാനെ നോക്കിയോ, ഉപ്പാക്ക് വെള്ളം കൊണ്ടേ കൊടുത്തോ, ഉപ്പാനെ. ഇത് തന്നെയാ ആര് പറയേണ്ടത്? അങ്ങനെയുണ്ട്, ധാരാളുണ്ട്. അത് മതിയാകും. വളരെ ചിന്തിക്കണം. ഇത് സാധാരണയായി ധാരാളം എഴുത്ത് ഈ ഒരു ക്ലാസ് ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം കിട്ടിയ എഴുത്ത് തന്നെ ധാരാളമുണ്ട്. പലരും വായിക്കരുത്, ഉമ്മ സദസ്സിലുണ്ട് വായിക്കരുത് എന്ന് പറഞ്ഞു തന്ന എഴുത്ത് വരെ ഉണ്ട്. ഞാൻ പറയണ്ട, ആ എഴുത്ത് കണ്ടാൽ പോലും അത് മോശമല്ലെന്ന് വിചാരിച്ചാണ്. ഉണ്ട്, എന്റെ കയ്യിലുണ്ട്. ഇന്ന് കിട്ടിയ എഴുത്തുണ്ട്, ഇന്നലെ കിട്ടിയ എഴുത്തുണ്ട്. ഫോൺ ചെയ്ത് പറഞ്ഞ അനവധി ആളുകളുണ്ട്. പിന്നെ ഇന്നലെ ഞാൻ ഫോൺ എടുത്തിട്ടില്ല, കാരണം ഒരുപാട് പറയാനുണ്ടാവും പലർക്കൊന്നും വിചാരിച്ചിട്ട്. കാരണം അങ്ങനെയാണ് വിഷയങ്ങൾ മുഴുവൻ. വളരെ ചിന്തിക്കണം. ഉമ്മ തസ്ബീഹ് ചൊല്ലി സ്വലാത്തിന് പോവല്ല വേണ്ടത്, ഉമ്മ ഉപ്പ നോക്ക വേണ്ടത്. സ്വലാത്ത് തെറ്റൊന്നുമല്ല, പരിധിക്കുള്ളിലാണെങ്കിൽ. പരിധിയുടെ ഉമ്മാന്റെ വിഷയം, ഉമ്മയുടെ പ്രധാനപ്പെട്ട വിഷയം അത് തന്നെയാ. അത് ഞാൻ പറയുക തന്നെയാ. അതിന് പേരിൽ ഇനി എത്ര ശത്രു ഉണ്ടായാലും ഒരു പ്രശ്നമല്ല. ഇത് നേരാണ്, ഇത് നേരാണ്, ഇത് റബ്ബിന്റെ ദീനാണ്. പെണ്ണ് ശ്രദ്ധിക്കേണ്ടത് പുരുഷന്റെ കാര്യം തന്നെയാ. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഒരു പെണ്ണിനോട് ഹബീബായ നബി പറഞ്ഞു, ഫഇന്നഹു ഇമ്മാ ജന്നതുകി വഇമ്മാ നാറുകി. ഒന്നിരിക്കൽ പെണ്ണ്, അയാൾ നിന്റെ സ്വർഗമാണ്, അയാൾ ഒന്നിരിക്കൽ നിന്റെ സ്വർഗമാണ്, അല്ലെങ്കിൽ നിന്റെ നരകമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നോക്കൂ, ഹുസൈൻ ഇബ്നു മസ്ഉൻ ഖാല ഇന്ന അമ്മതൻ ലഹു അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ അമ്മായി റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. ഫഖാല ലഹു ലഹാ. അപ്പോൾ റസൂൽ അദ്ദേഹത്തോട് അവരോട് ചോദിച്ചു, അതാദാതു സൗജിൻ അൻതി, ഭർത്താവുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല നഅം. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൈന അൻതി മിൻഹു. എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ സാഹചര്യം എന്ന് ചോദിച്ചു. ഫഖാലത്. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എനിക്ക് കഴിയുന്ന ഒരു കാര്യം ഞാൻ ഒഴിവാക്കാറില്ല, എല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖാല, ഉടനെ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹു ഇമ്മാ ജന്നതുകി വഇമ്മാ നാറുകി. ഒന്നിരിക്കൽ അയാൾ നിന്റെ സ്വർഗമാണ്, അല്ലെങ്കിൽ നിന്റെ നരകമാണ് എന്ന് പറഞ്ഞു. പെണ്ണിന്റെ സ്വർഗമാണ് ഭർത്താവ്, അല്ലെങ്കിൽ പെണ്ണിന്റെ നരകം. യാതൊരു സംശയം വേണ്ട. ഇത് ഞാനൊരു പുരുഷനായതുകൊണ്ട് പറയാണ് എന്ന് വിചാരിക്കരുത്. എനിക്ക് എന്തെങ്കിലും ആവാതിരിക്കാൻ തരമില്ലല്ലോ, രണ്ടാലൊന്നും ഞാൻ ആവണ്ടേ. ഇന്നലെ ഞാന് പെണ്ണായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു പരിപാടി നടക്കില്ല. ഇനി ഇന്നലത്തെ പാർട്ടിക്ക് വേണ്ടി പറഞ്ഞാണ്ട് പറയുകയും ചെയ്യും. രണ്ടാലൊരു പാർട്ടിയിലാവണ്ടേ. എന്നാൽ ഇന്നലത്തെ പാർട്ടിയുടെ കാര്യവും ഞാൻ കാര്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ നീതിയെ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു നമ്മെ നീതിമാനിൽ ഉൾപ്പെടുത്തട്ടെ, അള്ളാഹു നീതിമാരിൽ ഉൾപ്പെടുത്തട്ടെ. ഇത് വളരെ ശ്രദ്ധിക്കണം. പെണ്ണിന്റെ സ്ഥാനം, പെണ്ണിന് ഭർത്താവുമായുള്ള ബന്ധത്തിന്റെ സ്ഥാനം. അൻ അബീ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ഞാൻ ഹദീസ് അടക്കം കൊണ്ട് വായിക്കാം. എന്തിന്? വീട്ടിൽ കാസറ്റ് ഇട്ട് കേൾക്കുന്നവരൊക്കെ ഉണ്ടാവും. ഹദീസ് അങ്ങനെ തന്നെ കേൾക്കാൻ, എല്ലാ കാലവും കേൾക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൻ അബീ സഈദിൽ ഖുദ്രി ഖാല ഇബ്ന ബിനതി ഹാദിഹി അബത് അൻ തതസവ്വജാ. അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ വിവാഹത്തിന് വിസമ്മതിച്ചു. ഞാൻ കല്യാണത്തിനില്ല എന്ന് ബാപ്പയോട് പറഞ്ഞു. നിർബന്ധിച്ചിട്ടും വിവാഹത്തിന് സമ്മതിച്ചില്ല. ആരുടെ മകൾ? അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. അങ്ങനെ ഈ പെൺകുട്ടിയെയും കൂട്ടിയിട്ട്
അബൂ സഈദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നു. ഫഖാല ലഹൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലുള്ളാഹി പെണ്ണിനോട് പറഞ്ഞു, അത്ഈ അബാക്, വാപ്പാക്ക് വഴിപ്പെടു. പാപ്പ പറഞ്ഞില്ലേ വിവാഹം ചെയ്യാൻ നിനക്ക് പുതിയാപ്പളയെ നോക്കാണ്, നീ എന്താ അങ്ങനെ എന്ന് ചോദിച്ചു. ഫഖാലത്, അപ്പോഴാ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ് വല്ലദീ ബഅസക ബിൽ ഹഖ് ലാ തസവ്വജു ഹത്താ തുഖ്ബിറനി മാ ഹഖ്ഖു സൗജത്തി അലാ സൗജിഹാ അല സൗജാ. ഞാൻ വിവാഹം ചെയ്യാനൊക്കെ സമ്മതിക്കാൻ തയ്യാറാണ്, പക്ഷെ എന്ത് ചെയ്യണമെന്നറിയോ പുണ്യ നബിയെ? അല്ലാഹുവാണ് ഹത്താ തുഖ്ബിറനി, നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, മാ ഹഖ്ഖു സൗജി അല സൗജത്തി, ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ, ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലേ ഞാൻ വിവാഹത്തിന് സമ്മതിക്കൂ എന്ന് ഈ പെണ്ണ് മുസ്തഫ നബിയോട് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു, ഇനി ആ രസം ഹദീസ് ഒറ്റ വാക്കുകൊണ്ട് വിഷയം റസൂലുള്ളാഹി തീർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാനത് ബിഹി ഖുർഹ ഫവസലഹ വന്തശറ മിൻ ഖറാഹു സദീദൻ ഔ ദമൻ ثم ابتلاه ما عدت حقه എന്ന് ഹഖ്ഖു സൗജി അലാ സൗജതിഹി, ഭാര്യയുടെ കടമ. ലൗ കാന ബിഹി ഖുർഹത്തുൻ ഫവസലഹ, അവന് പൊട്ടി വലിക്കുന്ന മുറിയും ആകെ അവന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അത് കഴുകി കൊടുക്കേണ്ട ഉത്തരവാദിത്തം അവളുടേതാണ്. അതിൽ അവൾ അറപ്പ് കാണിക്കാൻ പാടില്ല, അവൾക്കതിൽ അറപ്പുണ്ടാകാൻ പാടില്ല. വന്തശറ മിൻ ഖറാഹു, അവന്റെ മൂക്ക് പൊട്ടി ഒലിച്ചു, സ്വദീരൻ ചീഞ്ചലത്താൽ, ഔദമൻ അല്ലെങ്കിൽ രക്തത്താൽ. സുമ്മബ്തലാഹു, എന്നിട്ട് ആ ചലം അവൾ വിഴുങ്ങിയാൽ പോലും മാ അദ്ദത ഹഖ്ഖ സൗജിഹാ, അവൾ ഭർത്താവിന്റെ കടമ പാലിച്ചവൾ ആവുകയില്ല. ഖാല റസൂലുള്ളാഹി, അത്രയും വലിയ പ്രാധാന്യമുണ്ടെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന പ്രാധാന്യം കേട്ടോളൂ. ഇബ്നു അബി ഔഫ, അബ്ദുല്ലാഹ് ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹു തൊട്ടൊരു ഹദീസ് കേട്ടോളൂ. എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഖദിമ മുആദ് ബിൻ ജബൽ മിന ശാമി, സിറിയയിൽ നിന്ന് ഒരിക്കൽ ഒരാവശ്യം കഴിഞ്ഞ ആവശ്യത്തിന് അയച്ചതായിരുന്നു. അവിടെ നിന്ന് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വന്നു, അങ്ങോട്ട് ഗവർണറായി അയച്ചിരുന്നു. പിന്നെ മുആദ് ബിൻ ജബൽ മടങ്ങി വന്നു മദീനയിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടോളൂ. എന്നിട്ട് സജദലിൻ നബി, ഷാമിൽ നിന്ന് വന്ന മുആദ് നേരെ റസൂലുള്ളാഹിക്ക് ഒരു സുജൂദ് അങ്ങോട്ട് ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അബൂദാവൂദിലും ഹദീസുണ്ട്, ഇബ്നു മാജയിലും ഹദീസുണ്ട്. വന്നിട്ട് നേരെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് സുജൂദ് ചെയ്തു. ആർക്ക്? റസൂലുള്ളാഹിക്ക് ഒരു സുജൂദ് ചെയ്തു. ആര്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, വലിയ മഹാനാണ് അദ്ദേഹം. ഖാല യാ റസൂലല്ലാഹ്, ഇതൻ റസൂലുള്ളാഹ്. ഖാല, അപ്പോൾ റസൂലുള്ളാഹി മഹാദ, ഇതെന്താ എനിക്ക് സുജൂദ് ചെയ്യുന്ന എന്തിനാ? ഇതെന്താന്ന് ചോദിച്ചു. സുജൂദ് ചെയ്തു. ആര് വന്നിട്ട്? ഉറക്കപ്പറ, മുആദ് ബിൻ ജബൽ സുജൂദ് ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി മഹാദ, ഇതെന്താ എനിക്ക് സുജൂദ് ചെയ്യണം? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദിംതു ശാമ, ഞാൻ ഷാമിൽ ചെന്നപ്പോൾ വജത്തുഹും യസ്ജുദൂന ലി ബതാറഖതിഹിം വസാഖിഫതിഹിം, അവരവരെ പുരോഹിതന്മാർക്കും നേതാക്കൾക്കും ഒക്കെ സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അന്നേ ഞാൻ ചിന്തിച്ചതാണ്, സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഇവർ കൊണ്ടുമല്ലല്ലോ സുജൂദ് ചെയ്യാൻ ഏറ്റവും യോഗ്യൻ അങ്ങയല്ലേ. അതുകൊണ്ട് ഞാൻ അവിടെ കണ്ട കാര്യം ഞാൻ ഇവിടെ നിങ്ങൾക്ക് നടപ്പിലാക്കിയതാണ് എന്ന് പറഞ്ഞു. ഫഖാലൻ നബിയു, മനസ്സിലായില്ലേ പറഞ്ഞ്? ഷാമിൽ നിന്ന് വന്നു സുജൂദ് ചെയ്തു. ആർക്ക്? ആര്? മുആദ് സുജൂദ് ചെയ്തു റളിയല്ലാഹു അൻഹു. ആർക്ക്? ഹബീബായ നബിക്ക്. ഇതെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇങ്ങനെ അവരുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട്, ഷാമിലൊക്കെ ക്രിസ്ത്യാനികളും മറ്റും നേതാക്കൾക്ക് സുജൂദ് ചെയ്യുന്നുണ്ട്, അത് ഞാനിവിടെ പ്രാവർത്തികമാക്കിയതാണ് എന്ന് പറഞ്ഞു. ഫഖാലൻ നബിയു, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ലാ തഫഅൽ, ഒരാളും വേറൊരാളെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരാളും ഒരാളെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യരുത്. ലൗ അമർതു ശൈഅൻ അൻ യസ്ജുദ ലി ശൈഇൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, സുജൂദിന് ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഞാൻ കൽപ്പിക്കേണ്ടത് പെണ്ണിനോടാണ്, എനിക്കല്ല സുജൂദ് ചെയ്യേണ്ടത്. പെണ്ണ് സുജൂദ് ചെയ്യാണ് വേണ്ടത്. ആർക്ക്? ഭർത്താവിന്. അത്ര പ്രധാനമാണ്. അഥവാ അവിടെ പോലും സുജൂദ് പാടില്ല. മനസ്സിലായില്ല? അതിനർത്ഥം ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്നല്ല,
സുജൂദ് ചെയ്യാൻ എവിടെയെങ്കിലും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നുവെങ്കിൽ പെണ്ണ് ആണിന്റെ മുന്നിൽ സുജൂദ് ചെയ്യേണ്ടിയിരുന്നു. അത്ര വലിയ ബന്ധമുണ്ട് ആർക്ക്? ആരോട്? പെണ്ണിന് ഭർത്താവിനോട്. ലൗ അമർതു ശൈഅൻ അൻ യസ്ജുദ ലിശൈഇൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ. എന്നാൽ പോലും വല്ലദീ നഫ്സി ബിയദിഹി ലാ തുഅദ്ദിൽ മർഅതു ഹഖ്ഖ റബ്ബിഹാ ഹത്താ തുഅദ്ദിയ ഹഖ്ഖ സൗജിഹാ. ഭർത്താവിന്റെ കടമ വീട്ടാതെ ഒരിക്കലും ഒരു പെണ്ണ് റബ്ബിന്റെ കടമ വീട്ടുകയില്ല. ഭർത്താവിന്റെ കടമ അള്ളാഹയോടുള്ള കടമ ഒരു പെണ്ണിന് വീടണമെങ്കിൽ ആ പെണ്ണ് ആരോട് കടമ വീട്ടണം? ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, നോക്കൂ സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പുണ്യ നബിയോട് ചോദിച്ചു, അയ്യുന്നാസി അഅലമു ഹഖ്ഖൻ അലൽ മർആ. കേട്ടോളൂ. വിവാഹിതയായ പെണ്ണിന് സ്വന്തം ബാപ്പയോടല്ല പ്രധാന കടമ. വിവാഹിതയായ എന്നാൽ പുരുഷന്, ശ്രദ്ധിക്കണം കേട്ടോ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിവാഹിതയായ പെണ്ണിന് പുരുഷൻ ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും വലിയ ബാധ്യത ഉമ്മയോട്, ബാപ്പയോട്. എന്നാൽ വിവാഹിതയായ പെണ്ണിന് ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിനോട്. ഒന്നും കൂടെ പറ, പുരുഷന് ഏറ്റവും വലിയ ബാധ്യത ഉമ്മയോട്, ബാപ്പയോട്. മനസ്സിലായില്ലേ? എന്നാൽ വിവാഹിതയായ പെണ്ണിന് ഏറ്റവും വലിയ ബാധ്യത ഭർത്താവിനോട്. ശ്രദ്ധിക്കണം. അഥവാ വിവാഹിതയാകുന്നതോടുകൂടെ അവൾ ശിരസ വഹിക്കേണ്ടത് ഭർത്താവിന്റെ കൽപ്പനയാണ്. ആ വിവാഹത്തിൽ അവൾ നിൽക്കുന്ന കാലം അത്രയും. പിന്നെ അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ വായിച്ച് പറഞ്ഞതുകൊണ്ടാണ്, അവിടെ ഉമ്മച്ചി പറഞ്ഞതുകൊണ്ടാണ് എന്നുള്ള വർത്താനൊന്നും ഇല്ല. എന്നാ വായിച്ച് പറഞ്ഞതിനോട് യോജിക്കാം. അതിലേക്ക് ആരെ കൊണ്ടുവരണം? ഭർത്താവിനെ. ഇനി വായിച്ചയുടെ അഭിപ്രായവും ബാപ്പയുടെ അഭിപ്രായവും ഭർത്താവിന്റെ അഭിപ്രായവും പരസ്പര വിരുദ്ധമായാൽ മുൻതൂക്കം നൽകേണ്ടത് ഭർത്താവിന്റെ അഭിപ്രായത്തിനാണ്. അങ്ങനെയാണ്. ശ്രദ്ധിക്കുക, ഇതൊക്കെ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഭർത്താവ് യാത്ര പോയി ഭാര്യയോട് പറഞ്ഞു, ഞാൻ വരുന്നവരെ വീട്ടിൽ നിന്ന് പോവരുത്. പെണ്ണിന്റെ ആള് വന്നു, നിന്റെ ഉപ്പാക്ക് സുഖല്യ. അപ്പോൾ പെണ്ണ് ഹബീബായ നബിയുടെ അടുത്തേക്കാൾ അയച്ചു, നബിയെ എന്റെ ബാപ്പാക്ക് സുഖമില്ല, ഭർത്താവ് ആവട്ടെ, പിന്നെ ഞാൻ വരുന്നവരെ പുറത്തു പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹബീബായ റസൂൽ പറഞ്ഞു, നീ നിന്റെ ഭർത്താവിനാണ് വഴിപ്പെടേണ്ടത്. മുസ്തഫ നബി പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ആള് വന്നു, ബാപ്പ സക്രാത്തിലാണ്. അപ്പോഴും ഹബീബ നബി അതന്നെ പറഞ്ഞു. പിന്നെ ആള് വന്നു, ബാപ്പ മരിച്ചിട്ടുണ്ട്. അപ്പോഴും ആള് പോയി. ഉടനെ ഹബീബ നബി പറഞ്ഞു, മരിച്ച ആളെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിക്കാം, നീ വീട്ടിലിരിക്കണം, കാരണം നീ വഴിപ്പെടേണ്ടത് ഭർത്താവിനാണെന്ന് ഹബീബായ നബി പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണ് ചിന്തിക്കണം. അവിടെ വായിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഉമ്മച്ചി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കാക്ക ഗൾഫിൽ നിന്ന് വരികയാണ്, അതുകൊണ്ട് ഒരാഴ്ച അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഭർത്താവിന് സമ്മതമാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അതിനൊന്നും കണക്കില്ല പെണ്ണുങ്ങളെ. ഇതൊക്കെ വളരെ എല്ലാ പ്രശ്നത്തിനും കാരണം ഈ വായിച്ച് പറഞ്ഞു, ഉമ്മച്ചി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും. ചില പ്രശ്നങ്ങളിലേക്ക് ഞാൻ വരാം. ആരും എന്റെ മുഖത്ത് നോക്കി ചിരിക്കണ്ട. അല്ല, എന്റെ വീട്ടിലെ പ്രശ്നമാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത്. ഒക്കെ പറഞ്ഞാൽ നിങ്ങളെ വീട്ടിൽ എന്നെക്കാളും വലിയ പ്രശ്നമുണ്ട്, ഇന്നാളെ പ്രശ്നമുണ്ട് എന്നല്ല പറഞ്ഞർത്ഥം. മനുഷ്യനുണ്ടോ പ്രശ്നം ഉണ്ടാവും. പക്ഷേ ശ്രദ്ധിക്കണം, ഇത് എങ്ങനെ വായിച്ച് ഉമ്മച്ചി ഇതൊന്നും അർത്ഥമില്ല. വിവാഹിതയായാൽ പിന്നെ പരിഗണിക്കേണ്ടത് ശറഇന്റെ കൽപ്പന എങ്ങനെയാ നോക്കൂ നിങ്ങൾ. ഇനി കേട്ടോളൂ, തൊബറാനി രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, മുതല് പോലത്തെ ഹദീസ് കേട്ടോളൂ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ജാഅത് ഇംറഅത്തുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പെണ്ണ് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നു. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു, അനാ വാഫിദത്തുൻ നിസാഇ ഇലൈക യാ റസൂലല്ലാഹ്, ഞാൻ സ്ത്രീ സംഘത്തിന്റെ പ്രതിനിധിയായി അങ്ങയുടെ അടുത്ത് വന്നതാണ്.
മദീന പെണ്ണുങ്ങളുടെ മൊത്തം ഒരു പ്രതിനിധിയായി ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്നീ പെണ്ണ് പറഞ്ഞു. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്നിട്ട് ഈ പെണ്ണ് പറഞ്ഞു, ശ്രദ്ധിക്കൂ, ഹാദൽ ജിഹാദു കതബല്ലാഹു അലൽ റിജാൽ കതബഹുല്ലാഹു അലൽ റിജാൽ. യുദ്ധം അല്ലാഹു ആണുങ്ങൾക്ക് നിർബന്ധമാക്കി. അവർക്ക് ആ യുദ്ധത്തിൽ വല്ലാപത്തും വന്നിയാൽ അവർക്ക് കൂലി ലഭിക്കും. വൈനഖുതിലു അവർ മരണപ്പെട്ടാലോ, അവർക്ക് വല്ല പോറലുമേറ്റാൽ, ഒരു തുള്ളി രക്തം ഒരു യോദ്ധാവിന്റെ നിലത്ത് വീണാൽ, സത്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരു യോദ്ധാവിന്റെ ഒരു തുള്ളി രക്തം നിലത്ത് വീണാൽ അയാളെ സർവ്വദോഷവും അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് ഹബീബായ നബി. പഠിച്ചവനെ, ആ ശുഹദാക്കളിലേക്ക് ഞങ്ങളെ ചേർക്കണമേ റബ്ബേ, അവരിലേക്ക് ഞങ്ങളെ ചേർക്കണമേ റബ്ബേ. മനസ്സിലായില്ലേ? എന്തിനു വേണ്ടിയാകണം? എന്തിനു വേണ്ടിയാകണം യുദ്ധം? എന്തിനു വേണ്ടിയാകണം? സത്യത്തിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാകണം. എന്തെങ്കിലും പക്ഷപാതിത്വത്തിന് വേണ്ടിയാകരുത്. സത്യത്തിനും നീതിക്കും വേണ്ടി ഒരാൾ അടരാടേണ്ടി വന്നു, അടരാടേണ്ടി വരും ചിലപ്പോൾ മനുഷ്യൻ. അങ്ങനെ ചെയ്തിട്ട് ഒരു തുള്ളി ചോര താഴെ വീണാൽ സത്യത്തിന് വേണ്ടിയുള്ള യുദ്ധം ആണ് പറഞ്ഞത്. അല്ലാതെ ഇന്നലെ ഡൽഹിയിൽ കണ്ടതുപോലെ പാവപ്പെട്ട മനുഷ്യരെയും വഴിപോക്കളെയും യാത്രക്കാരെയും ബുദ്ധിമുട്ടാക്കുന്ന സ്ഫോടനങ്ങളല്ല. അത് വലിയ തെറ്റാണ്, അത് തിന്മയാണ്. അത് ചെയ്യുന്ന ആളുകൾ അള്ളാഹുവിൽ ശിക്ഷിക്കപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്നലെ കണ്ടില്ലേ ബോംബെയിൽ, ഡൽഹിയിലല്ലേ 30 ആളോ മറ്റോ, എത്ര ഡൽഹിയില് 30 ആളല്ലേ ഔദ്യോഗിക കണക്ക് 30 ആള്. എന്താ ഇതൊക്കെ വലിയ വേദനാജനകമായ സംഗതിയല്ലേ? ആര് ചെയ്താലും അതിന്റെ പേരിൽ അള്ളാഹുവെങ്കിൽ ശിക്ഷിക്കപ്പെടും. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. വലിയ കുറ്റമുണ്ടാകും. എന്നാലോ ഒരു സത്യത്തിന് വേണ്ടിയുള്ള രാജ്യം അംഗീകരിക്കുന്ന, നേതാവ് അംഗീകരിക്കുന്ന എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ, അതനുസരിച്ച് ഒരു നിയമപരമായ ശറഈന്റെ നിയമം പാലിക്കുന്ന ഒരു യുദ്ധമാണെങ്കിൽ ആ യുദ്ധത്തിന് ആണുങ്ങൾക്ക് വലിയ കൂലി ലഭിക്കും. എന്നാലോ ഇനി വൈൻ മാത്രം മരിച്ചു പോയാലോ അവർക്ക് അള്ളാന്റെ അടുക്കൽ അവർ ജീവിക്കും. അള്ളാഹുവിന്റെ അവർക്ക് അവിടെ ഭക്ഷണവും ലഭിക്കും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അള്ളാന്റെ മാർഗത്തിൽ മരിച്ച ആളുകൾ മരിച്ചു എന്ന് പറയാൻ പാടില്ല. അവർ ജീവിച്ചിരിക്കുന്നവരാണ് പറയാൻ പാടില്ല, വിചാരിക്കാൻ പാടില്ല. അവരത്ര വലിയ സ്ഥാനത്താണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ ഈ പെണ്ണ് മുസ്തഫ നബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ നഹ്നു മആശിറുൻ നിസാ, നീ പെണ്ണ് വിഷയം അവതരിപ്പിക്കുക. നിങ്ങൾ മനസ്സിലാക്കണില്ലേ പറഞ്ഞത്? ഇങ്ങനെയൊക്കെയാണ് ആണുങ്ങളെ കാര്യം. അവർക്ക് അല്ലാഹു യുദ്ധം നൽകി, യുദ്ധത്തിന് അവർ പോകുന്നു. എന്നാൽ ഞങ്ങൾ പെണ്ണുങ്ങളോ നഖൂമു അലൈഹിം ആ ആണുങ്ങളെ കാര്യങ്ങൾ മുഴുവനും ഞങ്ങൾ നിർവഹിക്കും. എന്നാൽ ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമാണുള്ളത്? ഞങ്ങൾക്ക് യുദ്ധവുമില്ല, യുദ്ധത്തിനുള്ള പോക്കുമില്ല, ഞങ്ങൾക്കൊന്നുമില്ല. എന്നാൽ ഞങ്ങൾക്ക് എവിടെ നബിയെ കൂലി കിട്ടണ്ടേ? ഞങ്ങൾക്കും സ്വർഗം വേണ്ടേ ഞങ്ങൾക്കുമെന്ന്. ഈ യുദ്ധം ഞങ്ങൾക്കില്ല, യോദ്ധാവിന്റെ സ്ഥാനവും ഞങ്ങൾക്കില്ല, മരിച്ചാൽ യോദ്ധാവിന്റെ ആ സ്ഥാനത്തുള്ള സാഹചര്യവും ഞങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾക്ക് പദവി എന്തെങ്കിലും വേണ്ടേ, സ്വർഗം വേണ്ടേ എന്ന് സഹോദരി ഹബീബായ റസൂലുള്ളാഹി ഫഖാല നബിയു നീ എത്തിച്ചു കൊടുക്ക്, നീ കണ്ടുമുട്ടുന്ന എല്ലാ പെണ്ണിനോടും ഇന്ന് മുതൽ നീ പറയുക, ഭർത്താവിന് വഴിപ്പെടുന്നത്, അവന്റെ സ്ഥാനത്തെ മാനിക്കുക, അംഗീകരിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുന്ന സ്ഥാനം ലഭിക്കുന്ന കാര്യമാണ് എന്ന് ഖാല റസൂലുള്ളാഹി. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. എന്നാൽ പക്ഷേ ഈ സ്ഥാനം വാങ്ങുന്നവർ നിങ്ങളിൽ വളരെ കുറവാണ്. ഈ സ്ഥാനം വാങ്ങുന്നവർ നിങ്ങളിൽ വളരെ കുറവാണ്.
وما منهن امرأة علمت أو لم يعلم إلا وهي تهوي مخرجي إليك الله رب الرجال والنساء. ഈ പെണ്ണെ സംബോധന ചെയ്യുന്നത് വേറൊരു ഹദീസിൽ കാണുന്നത് അല്ലാഹു റബ്ബുൽ റിജാലി വന്നിസായി, അല്ലാഹ് ആണുങ്ങളെയും പെണ്ണുങ്ങളുടെയും ഒക്കെ പടച്ചവനല്ലേ നബിയെ, എന്നിട്ട് ഞങ്ങളെ മാത്രം എന്തേ ഇങ്ങനെയാക്കിയത്? ഞങ്ങൾക്ക് യുദ്ധമില്ല, ഞങ്ങൾക്ക് അത്തരത്തിലുള്ള കൂലിയുമില്ല. അല്ലാഹു റബ്ബുൽ റിജാലി വന്നിസായി, ആണുങ്ങളെയും പെണ്ണുങ്ങളുടെയും ഒക്കെ റബ്ബായ അല്ലാഹു ഞങ്ങളോട് എന്തേ ഇങ്ങനെ വിവേചനം കാണിച്ചത് എന്ന് ഹബീബായ റസൂലുള്ളയോട് പെണ്ണ് ചോദിച്ചു. അപ്പോൾ മുസ്തഫ റസൂലുള്ള പറഞ്ഞു, ഭർത്താവിന് വഴിപ്പെടൽ, വഴിപ്പെടൽ, അവന്റെ സ്ഥാനത്തെ മനസ്സിലാക്കൽ. ഭർത്താവാണ്, സ്ഥാനം മനസ്സിലാക്കുക, ആ സ്ഥാനത്തിനനുസരിച്ച് പെരുമാറുക. ശ്രദ്ധിക്കുന്നില്ല. അവന്റെ സ്ഥാനം മനസ്സിലാക്കുക, അവനോട് മാന്യമായി പെരുമാറുക. ഇങ്ങോട്ട് നോക്കൂ പെണ്ണുങ്ങൾ ചിന്തിക്കണം, സഹോദരന്മാരും. എങ്ങനെ എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? അതായത് വീട്ടിൽ കയറി വരുന്നതോടുകൂടെ അവന്റെ മാന്യത നല്ല പോലെ മനസ്സിലാക്കണം. ഒരാവശ്യം പറയാനുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ആവശ്യം പറയാൻ പാടില്ല. പെട്ടെന്ന് ആവശ്യം പറയരുത്. ആ ആവശ്യം പറയാൻ അതിൻ്റെതായ സാഹചര്യങ്ങൾ നോക്കണം. എന്നിട്ട് ആ രൂപത്തിൽ അവരോട് വളരെ മാന്യമായിട്ട് ആ രൂപത്തിലാ സംസാരിക്കേണ്ടത്. ആ സൗകര്യം നോക്കി കാര്യങ്ങൾ പറയണം, വളരെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും. നിങ്ങൾക്കറിയുമോ, ഈ അബൂ ത്വൽഹയുടെ വേറൊരു കഥയുണ്ട്. ഈ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു യാത്ര പോയി. ഉമ്മു സുലൈമിന് അദ്ദേഹത്തിന് ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിക്ക് വളരെ രോഗവുമായിരുന്നു. അബൂ ത്വൽഹ, മനസ്സിലാവണില്ലേ പറഞ്ഞത്? നേരത്തെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഉമ്മു സുലൈമിന്റെ ഭർത്താവാണ് ആര്? അബൂ ത്വൽഹ. മഹർ റളിയല്ലാഹു അൻഹു, മഹർ എന്താണ്? ഇസ്ലാമായിരുന്നു. ഒരിക്കൽ യാത്ര പോയി, കുട്ടിക്ക് രോഗമായിരുന്നു. അങ്ങനെ യാത്ര പോയി. ഇന്നത്തെ മൊബൈലും മറ്റുമൊന്നുമില്ലല്ലോ. കുട്ടി മരിച്ചു, മറവ് ചെയ്തു, എല്ലാം കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു. വളരെ രോഗിയായ സാഹചര്യത്തിൽ നിർബന്ധമായി മൈശത്തെ തേടി യാത്ര പോയതാണ് ആര്? അബൂ ത്വൽഹ. കുറെ ദിവസം കഴിഞ്ഞു. ഒരു വൈകുന്നേരം രാത്രി വന്ന് കേറി. ആര്? അബൂ ത്വൽഹ കേറിയപ്പോ ചോദിച്ചു, കൈഫയക്കുന്ന് സബി, എങ്ങനെയുണ്ട് കുട്ടി കേറിന് വെച്ചു. അപ്പോൾ ചിരിച്ചിട്ട് പിടിച്ച് എതിരേറ്റ് ഭാര്യ ഉമ്മു സുലൈം. എന്നിട്ട് അപ്പോൾ പറഞ്ഞു, മുമ്പത്തേക്കാൾ സമാധാനത്തിലാണ് എന്ന് പറഞ്ഞു. നല്ല വാക്ക്, നിങ്ങൾക്ക് മനസ്സിലാവുണ്ട് പറഞ്ഞത്? എങ്ങനെ പറഞ്ഞു? മുമ്പത്തേക്കാൾ സമാധാനത്തിലാണ്, റാഹത്താണ്. എന്നിട്ടോ എന്നിട്ട് തന്റെ ശരീരം അബൂ ത്വൽഹക്ക് നൽകി. അബൂ ത്വൽഹ യാത്ര കഴിഞ്ഞ് മടങ്ങി വന്നതാണ്. ഭാര്യാഭർത്തൃ ശാരീരിക ബന്ധങ്ങൾ എല്ലാം കഴിഞ്ഞു. ഭക്ഷണം കഴിഞ്ഞു, ശാരീരിക ആവശ്യങ്ങൾ കഴിഞ്ഞു, എല്ലാം വളരെ റാഹത്തായപ്പോൾ മുസ്ലിം പറഞ്ഞു, മാതസബിയുന, കുട്ടി മരിച്ചു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇത് കേൾക്കുന്നതോടുകൂടെ അബൂ ത്വൽഹക്ക് വളരെ വിഷമമായി. അബൂ ത്വൽഹ വളരെ ബുദ്ധിമുട്ടിലായി. അബൂ ത്വൽഹക്ക് ഉമ്മു സുലൈമിനോടുണ്ടായ വേദനക്കും വിഷമത്തിനും കണക്കില്ല. ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ, എന്റെ കുട്ടി മരിച്ചു എന്ന വിവരം പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കുമായിരുന്നില്ല, ഞാൻ ഇന്ന് രാത്രി ശാരീരിക ബന്ധം പുലർത്തുമായിരുന്നില്ല. എന്നെ ഉമ്മു സുലൈമെ നീ ഒളിച്ചു വെച്ച് ചതിച്ചു എന്ന് പറഞ്ഞു. ആര്? അബൂ ത്വൽഹ. നേരം വെളുത്തപ്പോൾ സുബഹിയുടെ ബാങ്ക് കൊടുത്ത് പള്ളിയിൽ ചെന്ന് ഹബീബായ നബിയോട് പറഞ്ഞു, നബിയെ, എന്നെ ഉമ്മു സുലൈം ചതിച്ചു പോയി നബിയെ, ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്നലെ ഭക്ഷണം കഴിക്കുമായിരുന്നില്ല നബിയെ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് പറഞ്ഞു, ജാനി ജിബ്രീൽ, ഈ രാത്രി എന്റെ അടുത്ത് ജിബ്രീൽ വന്നിരുന്നു. നിങ്ങൾക്ക് ഇന്ന രാത്രിയുള്ള ബന്ധത്തിൽ ഒരു സാലിഹായ കുട്ടിയെ അള്ളാഹു വിധിച്ചിരിക്കുന്നു. ആ ഒരു പെണ്ണിന്റെ പ്രവർത്തനത്തിൽ അള്ളാഹു വളരെ സന്തോഷിച്ചിരിക്കുന്നു. വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിൽ, കുട്ടി മരിച്ച ആ സാഹചര്യത്തിൽ, ആ വേദനയിൽ പോലും
തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിച്ച ആ പെണ്ണിന് അല്ലാഹു തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആ പെണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ പദവി നൽകിയിരിക്കുന്നു എന്ന് സയ്യിദുനാ ജിബ്രീൽ. അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദബ്, മര്യാദ. കാരണം ഭർത്താവ് വീട്ടിൽ വരുന്നത് സമാധാനത്തിന് വേണ്ടിയാ. ആ വീട്ടിൽ കയറി വരുന്നത് സമാധാനത്തിന് വേണ്ടിയാ. സത്യത്തിൽ കയറി ചെല്ലുന്നതാകും സമാധാനക്കേട്. അങ്ങനെയും വരാമല്ലോ. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും ഭർത്താവ് എന്ത് ചെയ്യണം? ഭാര്യ എന്ത് ചെയ്യണം? സമാധാനിപ്പിക്കണം. സാരല്ല, അതെന്റെ പെണ്ണിന് 4 പണിയല്ലേ ഉള്ളൂ, 5ാമത്തെ ഒരു പണി അല്ലാഹ് തന്നിട്ടില്ല. ഇതാ സ്വല്ലത്ത് ഹംസഹ സ്വാമത്ത് ഷഹ്റഹ വഹഫിളത്ത് ഫർജഹ വഅതഅത്ത് ബഅലഹ. എന്താ ചെയ്തൂടെ? സ്വർഗം. അതും ഏത് സ്വർഗം? 8 വാതിൽ മാടി വിളിക്കുന്ന സ്വർഗം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ, നിങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. വമിന ഹഖ്ഖി സൗജി അലാ സൗജതിഹി അദ്മു ഇംതിനാഇഹാ അൻ ഫിറാശി സൗജിഹാ ഇദാ ത്വലബഹാ. ശാരീരികമായ ആവശ്യത്തിനും മറ്റു വൈകാരിക പ്രകടനങ്ങൾക്കും ഒരു പുരുഷനെ എപ്പോഴും പെണ്ണിനെ ആശ്രയിക്കാവുന്നതാണ്. എപ്പോഴും തടയാൻ പാടില്ലാത്തതുമാണ്. ഏത് സമയത്തും തടയാൻ പാടില്ല. ശ്രദ്ധിക്കണം. എപ്പോഴും ആശ്രയിക്കാം, ഏത് സമയത്തിലും. ഏതൊഴികെ റമളാനിന്റെ പകൽ നിർബന്ധാരാധന, റമളാനിന്റെ പകൽ. ഇനി റമളാനിൽ നോമ്പ് തുറക്കുന്നതോടുകൂടെ ഭർത്താവ് ആവശ്യപ്പെട്ടത് തന്റെ ശരീരമാണ് എങ്കിൽ അതാണ് ബാധ്യത. വളരെ ചിന്തിക്കണം. അത്രയാ ബാധ്യത. വളരെ പ്രധാനപ്പെട്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി നോക്കൂ, ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശിഹി. അത് വല്യമ്മയെ ആണെങ്കിൽ വേണ്ടില്ല, വല്യപ്പ ഒന്നുമില്ലെങ്കിൽ ആ വല്യപ്പയുടെ അടുത്ത് ഒന്ന് കിടക്കുക എന്നത് തന്നെ അത് വലിയൊരു സമാധാനമുണ്ടാകും. അത് വല്യപ്പയുടെ കട്ടിലാണ്. വല്യപ്പയും ഇപ്പൊ വയസ്സായി. ഇപ്പോൾ 2 റൂമിലാണ് കിടക്കാറുള്ളത്. ശാരീരിക ആവശ്യങ്ങളൊന്നുമില്ല. എന്നാൽ പോലും ഈ പെണ്ണിനോട്, ഈ വല്യമ്മയോട് ഇന്ന് എന്റെ കൂടെ കിടക്കേന്ന് പറഞ്ഞാൽ കാലെത്രയായി, വേറെ കുട്ടികൾ എത്രയായി എന്ന് പറയാനുള്ള സാഹചര്യം വല്യമ്മക്കില്ല. ഞാൻ വരുന്നുണ്ട്, ഞാൻ ഒരിക്കലും പാടില്ല. അത് അതാണ് ഞാൻ പറഞ്ഞത്. കേവലമുള്ള ശാരീരിക ബന്ധം മാത്രമൊന്നുമല്ല, വികാര പ്രകടനമാകാം. ഒന്നുമില്ലെങ്കിൽ ആ രാത്രി കൂടെ കിടന്നിട്ട് പഴയ കാലത്തെ സംസാരിച്ചത് വരുന്നത് പോലെ കൂടെ ഒരു 2, 4, 5 മണിക്കൂർ കുറച്ചു നേരം ആ തലണ മന്ത്രം എന്നൊക്കെ പറയുമല്ലോ, കുറച്ചു നേരം. അതെങ്കിലും ഇപ്പോൾ നാവിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അത് തലയണ മന്ത്രത്തിന് വേണ്ടിയാകാം. എന്നാൽ പോലും തടയാൻ പാടില്ല. തടഞ്ഞ വല്യമ്മയുടെ അമൽ അല്ലാഹു ബാത്തിലാക്കും എന്നർത്ഥം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ചില അന്യായങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. പലയിടത്തും അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്റെ സർവീസ് സ്റ്റോറികളിൽ അങ്ങനെ പലതുണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഈ കോഴിക്കോട് തന്നെ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളിൽ ഇടപെട്ടതായി ഓർക്കുന്നു. ഈ അടുത്ത് ഇന്ന് തന്നെ എനിക്ക് കിട്ടിയ കേസിന്റെ കൂട്ടത്തിൽ അങ്ങനെ ഒന്നുണ്ട്. വാപ്പാന്റെ അടുത്ത് ഉമ്മ കിടക്കാൻ ചെന്നാൽ സമ്മതിക്കൂല. ഉമ്മക്ക് വയസ്സായിട്ടുണ്ട്, സമ്മതിക്കൂല എന്ന്. വയസ്സെത്രയായി, കുട്ടികളെത്രയായി, ഇപ്പോഴും കളിക്കണക്കുക എന്ന്. അല്ല, അങ്ങനെ പറയാം. ഞാൻ നിങ്ങളോട് എന്തിനാ ഇതൊക്കെ കാസറ്റ് കയറേണ്ട വിഷയം ആയതുകൊണ്ടുമാണ്. ശ്രദ്ധിക്കണേ. അതൊന്നും പറയാൻ പാടില്ല. ഉമ്മന്റെ അമൽ അല്ലാഹു ബാത്തിലാക്കും. അത് പ്രശ്ന. കളിക്കാൻ അല്ലാഹു തആല മരണം വരെ കൈയുള്ള കാലത്തോളം കളിക്കാൻ അല്ലാഹു അയാൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അയാളെ കളി ഇവിടെ ആരും തീരുമാനിക്കണ്ട. അയാൾക്ക് കളിക്കാൻ യോഗ്യത കൊടുത്തവൻ ആരാ? അയാളെ ഹറാമിൽ കളിക്കണല്ലോ. അയാൾ എന്തിനാ കളിക്കുന്നത്? അയാളെ ഹലാലല്ല. എങ്ങനെ ഇയാള് 2ാമത്തെ കല്യാണം കഴിച്ചു നോക്കണ്ടേ? വല്യമാന്റെ സ്വഭാവം കണ്ടെങ്കിൽ അല്ല എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട നിങ്ങള്. അപ്പൊ എന്ത് ചെയ്യാ? ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മനസ്സിലായില്ലേ നിങ്ങൾ? ഇതൊക്കെ ഒന്ന് കാര്യമായി ശ്രദ്ധിക്കുക. ഞാൻ വല്യമ്മ വയസ്സെത്രയായി, മക്കളെത്രയായി, പേരക്കുട്ടിയിലൊന്നും ഈ കണക്കൊന്നുമില്ല. എന്താണ് ഹലാലിന്റെ ഏതൊരു കാര്യത്തിന്റെയും പരിധിക്ക് പുറത്തു പോകാൻ പാടില്ല. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, നോക്കൂ
ഇദാ ദഅ റജുലു ഇംറാതഹു ഇലാ ഫിറാശി. കേട്ടോളൂ കേട്ടോളൂ. സ്വഹീഹുൽ ബുഖാരി ഇദാ ദഅ റജുലു ഇംറാതഹു ഇലാ ഫിറാശി. തന്റെ വിരിപ്പിലേക്ക് ഭർത്താവ് പെണ്ണിനെ വിളിച്ചു. എന്തിനാവട്ടെ, കളിക്കാനാവാം, ഒന്ന് തൊടാനാവാം, ഒന്ന് വർത്താനം പറയാനാവാം, എന്തിനാവാം, അല്ലെങ്കിൽ അവന്റെ ശാരീരിക ആവശ്യത്തിന് ആവാം, എന്തോ ആവട്ടെ. വിളിച്ചാൽ അവൾ ചെല്ലാൻ വിരോധിക്കുകയും മടിക്കുകയും ചെയ്തു. ചെല്ലില്ല എങ്കിൽ ലഅനതഹൽ മലായിക ഹത്താ തുസ്ബിഹ. അന്ന് പ്രഭാതം വരെ അള്ളാന്റെ മലക്കുകൾ മുഴുവനും ഇവളെ ശപിക്കുന്നതാണ്. ആ പെണ്ണിന് ആ ഒരൊറ്റ രാത്രിയിലെ ശാപം മതിയാകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഗൗരവ വിഷയം. ലഅനതഹൽ മലായിക ലഅനതഹൽ മലായിക ഹത്താ തുസ്ബിഹ. പ്രഭാതം വരെ മലക്കുകൾ, അല്ലാഹുവിന്റെ മലക്കുകൾ ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. വേറൊരു ഹദീസ് ഇബ്നു മാജ രേഖപ്പെടുത്തിയ വേറൊരു ഹദീസ്. ഇന്നൽ മർഅത ഇദാ ബാതത് ഹാജിറത ഫിറാശി സൗജിഹാ ലഅനതഹൽ മലായിക ഹത്താ യുസ്ബിഹ. നസായിയുടെ വേറൊരു ഹദീസ്. പെണ്ണ് ഭർത്താവിന്റെ വിരിപ്പിലല്ലാതെ വേറൊരു സ്ഥലത്തിൽ ഭർത്താവിന് ആവശ്യമുണ്ടായിട്ടും, ശ്രദ്ധിക്കൂ, ഭർത്താവിന് ആവശ്യമുണ്ടായിട്ട് അവൾ അവളുടെ ബിസ്തറും എടുത്തിട്ട് അങ്ങേ റൂമിൽ കടന്നു. ഭർത്താവ് അവളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടക്കുകയെന്ന് പറഞ്ഞു. ഭർത്താവിന് വയസ്സാണ്, ചെറുപ്പാണ്, എന്തോ ആകട്ടെ. എന്നിട്ടും അവൾ തന്റെ ബിസ്തർ വിരിപ്പെടുത്തി വേറെ റൂമിലാണ് കിടന്നതെങ്കിൽ അലൈഹാ ലഅനത്തുൽ മലായിക, അവളെ മേൽ മലക്കുകളുടെ ലഅനത്തുണ്ടാകുന്നതാണ് എന്ന് ഖാല റസൂലുള്ളാഹി. വളരെ ശ്രദ്ധിക്കുക പെണ്ണുങ്ങൾ, മനസ്സിലാക്കുക. നസായി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു മാജയുടെ വേറൊരു ഹദീസ്. മുസ്തഫ നബി പറഞ്ഞു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി والذي نفس محمد بيده لا تؤدي المرأة حق ربها حتى تؤدي حق زوجها. ഇങ്ങോട്ട് നോക്ക്. ഭർത്താവിന്റെ കടമ വീട്ടാതെ അള്ളാന്റെ കടമ വീടുകയില്ല. വേറൊരു ഹദീസ് ഇബ്നു മാജയുടെ വേറൊരു ഹദീസ്. ഇങ്ങോട്ട് നോക്ക്. 3 വിഭാഗം ആളുകളുടെ ഏതൊരു അമലും ഏതൊരു ഹസനത്തും, 3 വിഭാഗം ആളുകളുടെ ഏതൊരു നന്മയും തലക്ക് മുകളിൽ ഒരു ചാണ് പോലും ഉയരുകയില്ല. സലാസത്തുൻ, ശ്രദ്ധിക്കണേ. സലാസത്തുൻ ലാ തുർഫഉ സ്വലാത്തു ഫൗഖ റൂസിഹിം ശിബ്റാ. 3 വിഭാഗം ആളുകളുണ്ട്, അവരുടെ ഒരു അമലും തലക്ക് മുകളിൽ ഒരു ചാണ് പോലും ഉയരുകയില്ല. ഒരു ചാണ് ഉയർന്നാലൊന്നും പോരാ. എവിടെ എത്തണം? ഒരാളെ അമൽ ചെയ്ത് കബൂലാകണമെങ്കിൽ എവിടെ എത്തണം? ഇല്ലിയീൻ. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുഹുൽ മുഖറബൂൻ. മനസ്സിലായില്ലേ? കല്ലാ ഇന്ന കിതാബൽ അബ്റാരി, മുകളിൽ ആകാശത്തിന്റെയും അപ്പുറം മുകളിൽ സ്വർഗത്തിന്റെ ഓരത്തൊരു പ്രത്യേക സ്ഥാനമുണ്ട്. അർശിന്റെ അടുത്തൊരു സ്ഥാനമുണ്ട്, അതാണ് ഇല്ലീൻ. നല്ല സുഹൃതങ്ങൾ മുഴുവനും അവിടെ എത്തും. പിന്നെ നല്ല ആത്മാക്കളും അവിടെ എത്തും. ശരീരം ഇവിടെ മറവ് ചെയ്യും, ആത്മാവ് അവിടെ എത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ എത്തും നല്ല അമലാണെങ്കിൽ, പിന്നെ ആത്മാവ് എത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നോക്കൂ നിങ്ങൾ. പക്ഷേ അവിടെ എത്താൻ പോയിട്ട് ചെയ്യുന്ന ഒരു അമലും ഒരു ചാണ് പോലും തലക്ക് മുകളിൽ ഉയരുകയില്ല. ആരുടെ? ഇങ്ങോട്ട് പറ, ആരുടെ? 3 വിഭാഗത്തിന്റെ ഒന്ന്. ഏതാ 3 വിഭാഗത്തിൽ ഒന്ന്? റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹൂൻ. ഒരു ജനതയുടെ മുന്നിൽ നിൽക്കുന്ന ആൾ, ആ ജനതയിൽ ഭൂരിഭാഗത്തിനും അയാളോട് വെറുപ്പാണ് എങ്കിൽ അയാളുടെ അമൽ അല്ലാഹു തആല സ്വീകരിക്കൂല. ഒരു പള്ളി പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, ഒരു പഞ്ചായത്ത് മെമ്പർ, ഒരു വാർഡ് മെമ്പർ, ഒരു ഹാക്കര മന്ത്രി, ഒരു ഹാക്കര വഹാക്കര, പള്ളിയിലെ ഇമാമ്, മുഫ്തി, ഖാളി, ഹാക്കര വഹാക്കര. ഓക്കെ, മനസ്സിലായില്ലേ പറഞ്ഞത്? ഒരു വിഷയത്തിൽ മുന്നിൽ നിൽക്കുന്ന ആൾ, അതിൽ ഭൂരിഭാഗം ആളുകൾക്കും അയാളോട് വെറുപ്പാണെങ്കിൽ അയാൾ അമൽ അല്ലാഹു തആല സ്വീകരിക്കൂല. ഒന്ന്. പിന്നെയോ വാഖവാനി മുതസ്വാരിമാൻ, പരസ്പരം
ദുന്യവിയായ കാര്യത്തിൽ പിണങ്ങി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ രണ്ടാളാമലും സ്വീകരിക്കൂല. ദീനിയായ കാര്യത്തിലല്ല, ദുന്യവിയായ കാര്യം, ഭൗതികമായ താല്പര്യത്തിന്റെ പേരിൽ പിണങ്ങി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ രണ്ടാളാമലും അള്ളാഹു സ്വീകരിക്കൂല. 2. പിന്നെയോ കേട്ടോളൂ അള്ളാഹു സ്വീകരിക്കാത്ത മൂന്നാമത്തെ അമൽ വംറഅത്തുൻ ബാതത് വസൗജുഹാ അലൈഹാ സാഖിതുൻ. ഒരു പെണ്ണിന്റെ ഒരു രാത്രി കഴിഞ്ഞിട്ടും ഭർത്താവ് അവളുടെ മേൽ കോപിഷ്ഠനാണ് എങ്കിൽ അവളുടെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ഒരു ഹലാലായ കാര്യം ഹറാമായതിനല്ല, ഹലാലായ ഒരു ആവശ്യം അവൻ ആവശ്യപ്പെട്ടു എന്നിട്ട് അവൾ അവനെ തൃപ്തിപ്പെടുത്തിയില്ല എങ്കിൽ, ഒരു രാത്രി കഴിഞ്ഞിട്ടും ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ ഒരു പെണ്ണ് താല്പര്യപ്പെട്ടില്ല എങ്കിൽ അവൾ അമൽ സ്വീകരിക്കുകയില്ല. ഹബീബായ റസൂലുള്ളാഹി മനസ്സിലായില്ലേ? മൂന്നാമത്തെ ആൾ മനസ്സിലായില്ലേ? ഒന്ന്, ഒരു സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്ന ആൾ, ആ സമൂഹത്തിലെ ഭൂരിഭാഗത്തും അയാളോട് വെറുപ്പാണെങ്കിൽ ആളെ അമൽ സ്വീകരിക്കൂല. പിന്നെ ദുന്യവിയായ കാര്യത്തിൽ പരസ്പരം, ഭൗതികമായ കാര്യത്തിൽ പരസ്പരം പിണങ്ങി നിൽക്കുന്ന മുസ്ലിമീങ്ങൾ, അവർ രണ്ടാളെ അമൽ അല്ലാഹു തആല സ്വീകരിക്കൂല. മൂന്നാമത്തതോ മൂന്നാമത്തത് വംറഅത്തുൻ ബാതത് വസൗജുഹാ അലൈഹാ സാഖിതുൻ. ഒരു രാത്രി കഴിഞ്ഞിട്ടും ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ ഒരു പെണ്ണ് ശ്രമിച്ചില്ല എങ്കിൽ ആ പെണ്ണിന്റെ അമൽ സ്വീകരിക്കുകയില്ല. ഹബീബായ റസൂലുള്ളാഹി. ഞാനിതെന്തിനാ പറഞ്ഞെന്നറിയോ? വളരെ ചിന്തിക്കണം. ഞാനെന്തിനാ പറയുന്നത്? വളരെ ചിന്തിക്കണം. സാധാരണയായി പെണ്ണുങ്ങൾ ചോദിക്കാറുണ്ട്, ഭർത്താവിന് വഴിപ്പെടലാണോ ക്ലാസ്സിന് വരലാണോ നല്ലത്? ക്ലാസിന്റെ ആളുകളല്ലേ, ഒപ്പിച്ച് പറയും. ഭർത്താവിന് ദേഷ്യപ്പെട്ട ഒരാളും ഈ ക്ലാസ്സിന് വരരുത്. ഭർത്താവിന് വഴിപ്പെടാതെ വന്നാൽ ഹറാമാണ്. എന്തിനാ എന്റെ മോട്ട് നോക്കി എന്നെ പേടിപ്പിക്കണത്? ഹറാമാണ്. സുന്നത്ത് നോമ്പ് നോക്കൽ ഹറാമല്ല, പിന്നെടാ ക്ലാസ്സിന് പോക്ക്. സുന്നത്ത് നോമ്പ് നോക്കൽ ഹറാമാണ്, പിന്നെടാ ക്ലാസ്സിന് പോക്ക്. ഭർത്താവിന് ദീനില്ല, ദീനുണ്ടാക്കാൻ നോക്ക്. എന്നിട്ട് രണ്ടാളും കൂടി വാ സൗകര്യത്തിന്. ഇല്ലെങ്കിൽ തൽക്കാലം പോണ്ട, തൽക്കാലം അത് മതി, അത്ര മതി. അതന്നെ വളരെ ചിന്തിക്കണം. ഭർത്താവിന്റെ വഴിപ്പെടലാണ്. ഭർത്താവ്, ഞാൻ കസേരൊക്കെ ഓടുന്നത് തീർന്നിട്ട് കുഴങ്ങിട്ട് പറഞ്ഞതല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. നാളെ ആള് കൂടും കസേര ഇട്ടിട്ട് കുഴങ്ങിയിട്ട് പറഞ്ഞാന്ന് വിചാരിക്കണ്ട. ഇതാണ് നീതി. നമ്മൾ നീതി പറയാൻ വേണ്ടിയാണ് ഈ ക്ലാസ്. നീതിയാണ് ഇവിടെ ലക്ഷ്യം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദീനാണ് ഇവിടെ വിഷയം. ഇവിടെ ആള് കുറയിലും കൂടുതലുള്ള വിഷയം. ഭർത്താവിനെ വഴിപ്പെടാതെ, ഭർത്താവാണ് പ്രധാനം, ഭർത്താവിന്റെ വഴിപ്പെടലാ പ്രധാനം. ഭർത്താവിന് വഴിപ്പെടാത്ത ഒരു പെണ്ണിന് അല്ലാഹു തആല കബൂലാക്കില്ല. ആകെ ഈ ആൾക്കൂട്ടം വന്നിട്ട് ഒരു ലാഭം എന്താണ്? ഇതിന്റെ അവസാനമുള്ളതും ഇടയിലുള്ളതുമായ പ്രാർത്ഥനകളിൽ ഇജാബത്ത് കിട്ടലാണ്. അങ്ങനത്തെ ഒരുത്തിയുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല. വെറുതെ കസേര മുടക്കണം എന്തിനാ? ദുആക്ക് ഇജാബത്ത് ഉണ്ടാവില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പെണ്ണ് മനസ്സിലാക്കണം. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, ഹബീബായ റസൂലുള്ളാഹി ലൗ സഅലഹാ നഫ്സഹാ വലൗ അലാ വഹി അലാ ലഹരി ഖത്ബിൻ ലം തംനഹു. ഒട്ടകപ്പുറത്തിരിക്കുന്ന ആവശ്യത്താണ് നിന്റെ ശരീരം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞതെങ്കിൽ ഉടനെ വഴിപ്പെട്ട് കൊടുക്കണമെന്ന് ഹബീബായ നബി. ലഹ്റു ഖത്ബ് എന്ന് പറഞ്ഞാൽ ഒട്ടകപ്പൂഞ്ഞയുടെ പുറത്താണ് അവൾ. അപ്പോഴാണ് അയാൾ പറഞ്ഞത് എനിക്കിപ്പോഴാണ് നിന്റെ ശരീരം ആവശ്യമുള്ളതെന്ന് പറഞ്ഞാലും വഴിപ്പെട്ട് കൊടുക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രാധാന്യമുണ്ട്. ഒട്ടകക്കട്ടിലിൽ ഇരിക്കുകയാണെങ്കിൽ പോലും അതിനർത്ഥം പരസ്യമായ കാമകേളികൾ ചെയ്യണം എന്നല്ല. ഒട്ടകക്കട്ടില്, മറക്കപ്പെട്ട ഒട്ടകക്കട്ടിലല്ലേ വീട്ടിലെത്തിയിട്ട് പോരെ? ചോദ്യം ചോദിക്കാൻ പാടില്ല. ലം തംനഉ. ആഭാസം ചെയ്യണം എന്നല്ല ഇപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം. വളരെ ചിന്തിക്കണം. ഭർത്താവിന് ഭാര്യയും കൂടെ ഒട്ടകക്കട്ടിലാണ്, ഒട്ടകപ്പൂഞ്ഞയുടെ പുറത്താണ്. അപ്പോഴാണ് നിന്റെ ശരീരം എനിക്ക് ആവശ്യമുണ്ടെന്ന് ഭർത്താവ് പറഞ്ഞാൽ ലം തംനഹു, അവനെ വിരോധിക്കരുത് എന്ന് ഖാല റസൂലുള്ളാഹി. ഇദാ ദഅ അർ-റജുലു, തുർമദിയുടെ വേറൊരു ഹദീസ്, ഇദാ ദഅ അർ-റജുലു സൗജതഹു ലിഹാജതിഹി. എന്തുകൊണ്ട് പരമാവധി തിന്മയെ തടയുകയാണ് ഇസ്ലാം.
തിന്മയെ തടയുകയാണ് ഇസ്ലാം. അതെന്നെ ഇവിടെ ലക്ഷ്യം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞല്ലോ, അങ്ങാടിയിൽ പെണ്ണിനെ കണ്ടാൽ വീട്ടിലേക്ക് പോകണം. മാംസം രണ്ടും ഒന്നാണ് എന്ന് ഖാല റസൂലുള്ളാഹി. ഇന്നലല്ലേ പറഞ്ഞല്ലോ, ഇന്നലെ മാംസം രണ്ടും ഒന്നാണ്. അങ്ങാടിന് നേരെ വീട്ടിലേക്ക് വരികയും ചെയ്തു. വീട്ടിൽ പാസ് കിട്ടിയതുമില്ലെങ്കിൽ പിന്നെ തമ്മാടിത്തരമല്ലാതെ എന്താ ഉണ്ടാവുക? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത്രയും ഗൗരവമുള്ള വിഷയമാണത്. തന്റെ ആവശ്യത്തിന് വേണ്ടി 6 വയസ്സേക്കാലം അങ്ങനെ കണക്കൊന്നും അതിനില്ല. തന്റെ ഭാര്യയെ വിളിച്ചാൽ ഉടനെ അവൾ ചെന്നുകൊള്ളണം. തന്നൂരി പാല് അടുപ്പത്ത് വെച്ച നേരത്താണ് ഭർത്താവ് വിളിച്ചത് എങ്കിൽ പാല് വിഷയമല്ല, വിഷയം ആരാണ്? തന്നൂരി അടുപ്പിന്റെ അടുത്താണെങ്കിൽ പോലും. എന്നാലും ഭർത്താവിന് വഴിപ്പെടുവീൻ. ഇന്ന് നിങ്ങളൊക്കെ മുഖത്ത് നല്ലൊരു സന്തോഷം ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ ഒരു റാഹത്തുമില്ല ആർക്കും. ഒരു തലത്തിൽ അങ്ങനെ ഇരിക്കുന്നു ഓരോരുത്തർ. ഇന്നെന്താ ഓരോരുത്തരെ ഇരുത്തത്തിന്റെ ഒരു റാഹത്ത് നോക്കൂ നിങ്ങൾ. സ്വഹീഹുൽ ബുഖാരി ലാ യഹില്ലു ലിൽ മർഅ അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ. ഭർത്താവ് നാട്ടിലുണ്ടാകവേ സമ്മതം ചോദിക്കാതെ സുന്നത്ത് നോമ്പ് നോക്കൽ ഹലാലല്ല, ഹലാലല്ലാത്തത് ഹറാം. ലാ യഹില്ലു, ലാ യഹില്ലു. ദല്ലൽ ബട ഫത്ഹുൽ ബാരി കൊടുക്കുന്നു നോക്കൂ. ദല്ലൽ ഹദീസ് അലാ തഹരീമി സൗമി തതവ്വുഇ ഇല്ലാ ബിഇദ്നിഹി. ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ, ഗൾഫിൽ പോയ ഭർത്താക്കന്മാരെ പെണ്ണുങ്ങളല്ല, അവർക്ക് ചോദിക്കണ്ട. കാരണം ഇപ്പോൾ ആരില്ലല്ലോ. എന്നാലോ അന്ന് ഭർത്താവ് വന്നു, അന്ന് അവൾക്ക് സുന്നത്ത് നോമ്പ് ഉണ്ടെങ്കിൽ ഇനി അത് പൂർത്തിയാക്കണമെങ്കിൽ ആരോട് ചോദിക്കണം? ഭർത്താവിനോട് ചോദിക്കണം. വളരെ ചിന്തിക്കണം. അല ഫത്ഹുൽ ബാരി പറയുന്നു, വയുഅക്കിലു തഹരീമ അന്ന ലിസ്സൗജി ഹഖൽ ഇസ്തിംതാഇ ബിഹാ ഫീ കുല്ലി വഖ്തിൻ. ഏത് സാഹചര്യത്തിലും അവളോട് ഇസ്തിംതാഇ ചെയ്യാ, അവളിൽ ആനന്ദിക്കുക എന്നത് അവന്റെ അവകാശമാണ്. വഹഖുഹു വാജിബുൻ, അവന്റെ അവകാശം നിർവഹിക്കൽ വാജിബാണ്. ഫലാ യുഫവ്വിതു അലൈഹി ബിത്തതവ്വുഇ. പിന്നെ സുന്നത്തുമായി ബന്ധപ്പെട്ട് ഒരു വാജിബ് നഷ്ടപ്പെടുത്താൻ പാടില്ല. അവന് വഴിപ്പെടൽ വാജിബാണ്, സുന്നത്ത് സുന്നത്തുമാണ്. വാജിബും സുന്നത്തും തമ്മിൽ പരസ്പരം എതിരായാൽ മുന്തിക്കേണ്ടത് വാജിബിനെയാണ് എന്നർത്ഥം. കേട്ടോളൂ കേട്ടോളൂ. ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. പെണ്ണിന്റെ ബാധ്യത മറ്റൊരു ബാധ്യത. പെണ്ണിന്റെ ബാധ്യതകൾ പറയാണ്. എന്താ പെണ്ണിന്റെ ബാധ്യത? അവൾക്ക് അവന് വേണ്ടി അവൾ അണിഞ്ഞൊരുങ്ങണം. ഭർത്താവുള്ള സാഹചര്യത്തിൽ എപ്പോഴും നല്ല വസ്ത്രം ധരിക്കുക. എവിടെ? വീട്ടില്. നമ്മളെ സ്വഭാവം എന്താ? വീട്ടിലെ ഏറ്റവും മോശപ്പെട്ട വസ്ത്രം, എന്നിട്ടോ നാട്ടുകാരെ മുന്നിലേക്ക് നല്ല വസ്ത്രം ധരിച്ചിട്ട് പോകും. ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടത് എവിടെയാ? വീട്ടിലാ. ഏറ്റവും നല്ല, എപ്പോഴും നല്ല പെർഫ്യൂംഡ്, ഏറ്റവും നല്ല ശ്രദ്ധിച്ച് അങ്ങനെ നല്ല വസ്ത്രം. അടുപ്പിലാണ് പണി, അടുപ്പിലായിക്കോട്ടെ. അടുപ്പിൽ പണിയാൽ തന്നെ വൃത്തിയോടുകൂടെ ചെയ്യാൻ കഴിയില്ല. ആയിക്കോട്ടെ, അതിനെന്താ? അടുപ്പിൽ പണിയാണെങ്കിൽ പോലും, ഏത് കരിയും മറ്റുമുള്ള പണിയാണെങ്കിൽ പോലും ഇന്ന് പഴയതുപോലെ അല്ലല്ലോ. ഇന്ന് പ്രത്യേകിച്ചും ചെളിയും അഴുക്കും പുരളാതെ തന്നെ തൊഴിൽ അടുപ്പിലെ പണി ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇന്ന് ഉണ്ട്. അവൾ ആവശ്യപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുക്കണം എന്ന് ഇന്നലെ പറഞ്ഞിട്ടുമുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്ന്. ഒരു ഗ്യാസ് സ്റ്റൗ വേണം, അല്ലെങ്കിൽ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് ഒന്നും കൂടി നിറച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞാൽ അവനത് ചെയ്തു കൊടുക്കേണ്ടത്. അത് ഇന്നലത്തെ കേസറ്റ് അവിടെ നിർത്തിയിട്ട് ആ കേസറ്റ് നേടിയിച്ചാൽ മതി. പെണ്ണുങ്ങൾ ബുദ്ധിമുട്ടാവില്ല. പക്ഷെ എന്ത് ചെയ്യണം? അവന് വേണ്ടി നല്ല വസ്ത്രം ധരിക്കണം. ഇന്നലെ പറഞ്ഞല്ലോ, പുരുഷൻ നല്ല വസ്ത്രം ധരിക്കണം. മുടി ഇടക്കിടക്ക് പെണ്ണിന് വേണ്ടി സുന്നത്താണ് എന്ത് ചെയ്യുക? മുടി വെട്ടുക, ഒതുക്കുക, താടിയെ ഭംഗിയാക്കുക, മീശ വെട്ടുക, മറ്റ് ഉള്ളിലുള്ള രോമങ്ങളെ മുഴുവൻ നീക്കം ചെയ്യുക. ആർക്ക് വേണ്ടി? ഭാര്യക്ക് വേണ്ടി. ഇത്തരം ഭാഗങ്ങൾ ശുദ്ധീകരിക്കൽ, ഉള്ളിലുള്ള ഇബത്ത് പോലെ 40 ദിവസത്തിന്റെ അപ്പുറത്തേക്ക് പോകൽ കറാഹത്താണ്.
ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അത് ചെയ്ത് വൃത്തിയാക്കുക. 40 ദിവസത്തിനപ്പുറത്തേക്ക് പോകൽ വളരെ മോശപ്പെട്ട കാര്യമാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കുക, ഇതൊക്കെ പെണ്ണുങ്ങളും ചെയ്യുക എന്നതിന് പുറമെ നല്ല വസ്ത്രം ധരിക്കുക. അയ്യുന്നിസായി ഖൈറുൻ, ഹബീബാർ നോക്കൂ നോക്കൂ നോക്കൂ, ഏറ്റവും നല്ല പെണ്ണേതാണ്? മുസ്തഫ നബിയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എന്നർത്ഥം. നോക്കിയ ഭർത്താവിനെ അവൾ ഇമ്പമാർന്ന മനോഹാരിത കൊണ്ട് സന്തോഷിപ്പിക്കും. നോക്കിയാ സന്തോഷിപ്പിക്കും. നോക്കൽ സുന്നത്തുമാണ്. തുടക്കത്തിൽ നോക്കൽ സുന്നത്താ, മനസ്സിലായില്ല. ഇത് നോക്കാൻ മാത്രമുള്ള സൗന്ദര്യം ഇവനില്ലെങ്കിലും അതിനിപ്പോൾ പറയാൻ പറ്റില്ല. അതെന്ന് പറയണം? നേരത്തെ നോക്കേണ്ടതാ. ഭാര്യക്ക് നോക്കണം. നീ നോക്കിയോന്ന് ചോദിച്ചു ഹബീബ റസൂലുള്ളാഹി. കല്യാണം കഴിക്കാൻ നേരത്ത് നോക്കിയോന്ന് ചോദിച്ചു പുരുഷനോട്. ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല എന്ന്. അപ്പോൾ പറഞ്ഞു നോക്കണം, ഇഷ്ടപ്പെടണം. നിന്റെ കണ്ണിന് ഇഷ്ടപ്പെട്ട ആളെ മാത്രം നീ കല്യാണം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ നിന്റെ കണ്ണ്, ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ്. ഓരോ പെണ്ണിനും ഓരോ കണ്ണ് ഓരോന്നാണ്. ഓരോരുത്തർക്കും ഓരോ കണ്ണായതുകൊണ്ടാണ് ഓരോ പെണ്ണുങ്ങളും ഓരോ വിധത്തിലായത്. അള്ളാഹു അങ്ങനെ പടച്ചു, എല്ലാത്തിനെയും കൊണ്ടുപോവുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇവിടെ ചിന്തിക്കേണ്ടത്, അവന്റെ കണ്ണിനിമ്പമാർന്ന പെണ്ണിനെ കല്യാണം കഴിക്കുക. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യണം? ആ ആകൃതിയും സന്തോഷവും ആ രീതിയും എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കുക. പെണ്ണ് സുർമയണിയുക. ആണിന് പോലും സുർമ അറിയൽ സുന്നത്താണ്. പെണ്ണിന് പ്രധാനപ്പെട്ട സുന്നത്താണ്. സുർമ അണിഞ്ഞ കണ്ണ് നല്ല മനോഹരമായ കണ്ണായിരിക്കും. കറുപ്പ്, അതിൽ വെള്ള, കണ്ണിന്റെ നീല, ഉറക്ക് ഒക്കെ നീല കണ്ണ്, നല്ല റാഹത്ത്. എന്താ കണ്ണ് തന്നെ, നീലത്തടാകം പോലെയുള്ള കണ്ണ്, നല്ല കണ്ണ്, കണ്ണെഴുതിയ കണ്ണ്. ആരെ മുന്നിൽ കണ്ണെഴുതിയത്? കല്യാണത്തിനല്ല. ഹൂറുലീങ്ങളുടെ പേര് പോലും ഹൂറുൽ ഐൻ, 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 ഐൻ മിനൽ ഐൻ. കണ്ണ് വിശാലമായ പെണ്ണുങ്ങൾ. വലഹ്മി ത്വയ്രിൻ മിമ്മാ യസ്തഹൂൻ വഹൂറുൻ ഐനുൻ കംസാലിൽ ലുഇലുഇൽ മക്നൂൻ. ചിപ്പിയിൽ അടച്ച നവരത്നങ്ങളെ പോലെയുള്ള കണ്ണ് വിശാലമായ പെണ്ണുങ്ങൾ സ്വർഗത്തിലുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സൗന്ദര്യം അവരിങ്ങനെ ഇവിടെ ഉണ്ടാവുക. മാത്രമല്ല, നിങ്ങൾക്ക് കേൾക്കണം, ഭർത്താവിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയ സഹോദരിമാരാ സ്വർഗത്തിൽ സൗന്ദര്യവതികളാവുക. ആരേക്കാൾ? ഹുർലിങ്ങളെക്കാൾ സുന്ദരിമാർ നമ്മളെ പെണ്ണുങ്ങളായിരിക്കും. ആരായാൽ അവർ ഭർത്താവിനെ സന്തോഷിപ്പിച്ച പെണ്ണുങ്ങളാണെങ്കിൽ. ഹുർലിങ്ങളെയും അവരെയും പറഞ്ഞെടുത്ത് ഹുർലിങ്ങളെ അല്ലാഹു തആല ഖൈമയിലേക്ക് മാറ്റി. നേരെ മറിച്ചോ, ഫീഹിന്ന ഖാസിറാത്തു ത്വറുഫി ലം യത്മിഥുന്ന ഇൻസും ഖബ്ലഹും വലാ ജാൻ ഫബിഅയി ആലായി റബ്ബികുമാ തുകർരിബാൻ. അവിടെ ആ പെണ്ണിന്റെ പ്രാധാന്യം പറഞ്ഞെടുത്ത് കാണാം. സമയം വളരെ പരിമിതമാണ്, ഞാൻ ചുരുക്കാം. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ. ഹുക്കിയാന അസ്മാ ബിൻത് ഖാരിജ ഖാലത് ലിബ്നതിഹാ ലൈലത സിഫാഫിയ. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ തന്റെ മകളെ ഭർത്താവ് വിവാഹത്തിന്റെ രാത്രി വിളിച്ചു പറഞ്ഞത് മഹാന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. യാ ബുനയ്യ ഖറജതി മിനൽ ഇശ്ലദി ഫീഹി ദറജതി ഫസിർതി ഇലാ ഫിറാശിൻ ലം തഅരിഫി. പെണ്ണേ, നീ പരിചയമില്ലാത്ത വിരിപ്പിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഫകൂനി ലഹു അർളാ, നീ അവനെ ഒരു ഭൂമിയെ പോലെയാവുക. യകുല്ലക സമാ, നീ അവന് ഭൂമിയെ പോലെയായാൽ അവൻ നിനക്ക് ആകാശം പോലെയാകും. വകൂനി ലഹു മിഹാദാ യകുല്ലക ഇമാദാ, നീ അവന് ഒരു കളിത്തൊട്ടിൽ പോയാൽ നിനക്കവൻ തൂണ് പോലെയാകും. എന്നെയോ അവൻ വാസനിക്കുന്ന മൂക്ക് നീയാവുക, അവൻ കാണുന്ന കണ്ണ് നീയാവുക, അവൻ കേൾക്കുന്ന ചെവി നീയാവുക. അതായത് നിന്നിൽ നിന്ന് നല്ല വാസന അവൻ അനുഭവിക്കുക, നിന്നിൽ നിന്ന് നല്ല മനോഹരമായ ആകാര ഭംഗിയെ അവൻ കാണുക, നിന്നിൽ നിന്ന് നല്ല വാക്ക് അവൻ കേൾക്കുക. ഇങ്ങനെ നീ അവനെ സന്തോഷിപ്പിക്കണമെന്ന് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ അൻ തതസയ്യനൽ മർഅതു ലിസൗജിഹാ
ബിൽ കുഹ്ലി വൽ ഖിലാബി, മൈലാഞ്ചി അണിയുക വിവാഹിതകളായ പെണ്ണുങ്ങൾക്ക് സുന്നത്താണ്, അവിവാഹിതകളാണെങ്കിൽ കറാഹത്താണ്.